വെൽക്കം ബാക്ക് ടു ഫാർമലോഗ. ഫാർമലോഗയുടെ പുതിയൊരു വീഡിയോയിൽ നമ്മൾ ഇവിടെ എന്താ ഡിസ്കസ് ചെയ്യുക ചോദിച്ചാൽ ഫോർത്ത് സെമിസ്റ്റർ ബി ഫാം സബ്ജക്ട്സ് ആണ്. സോ ഇൻ ദിസ് syllabus of the fourth semester B Farm, there are mainly 5 subjects. First is the pharmaceutical organic chemistry 3, and second is the medicinal chemistry 1. Third is the physical pharmaceutics 2, and fourth is the pharmacology 1, and fifth is the pharmacognosy and phytochemistry 1. ഫാർമസ്യൂട്ടിക്കൽ ഓർഗാനിക് കെമിസ്ട്രിക്ക് പ്രാക്ടിക്കൽ ഇല്ല, അതാണ് ഏക ആശ്വാസം. ബാക്കി 4 വിഷയത്തിന് എന്തുണ്ട്? തിയറി ആൻഡ് പ്രാക്ടിക്കൽസ് ഉണ്ട്. ഓക്കെ, ഫാർമസ്യൂട്ടിക്കൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ ലാസ്റ്റ് പാർട്ടാണ് ഈ സെമിസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ദിസ് സബ്ജക്റ്റ് ഇമ്പാർട്ട്സ് നോളജ് ഓൺ സ്റ്റീരിയോകെമിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഓർഗാനിക് റിയാക്ഷൻസ്, ഇമ്പോർട്ടൻറ്റ് നെയിം റിയാക്ഷൻസ്, കെമിസ്ട്രി ഓഫ് ഇമ്പോർട്ടൻറ്റ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ്. It also emphasizes on medicinal and other uses of organic compounds. ഫാർമസ്യൂട്ടിക്കൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ യൂണിറ്റ് 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റീരിയോ ഐസോമറിസം, ഒപ്റ്റിക്കൽ ഐസോമറിസം, എലമെൻറ്റ്സ് ഓഫ് സിമെട്രി, കൈറൽ ആൻഡ് എക്കൈറൽ മോളിക്യൂൾസ്, RS സിസ്റ്റം, DL സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ ഒക്കെയാണ്. യൂണിറ്റ് 1 നമ്മൾ യൂണിറ്റ് 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജിയോമെട്രിക്കൽ ഐസോമറിസം ആണ്. അപ്പോൾ നോമൻക്ലേച്ചർ ഓഫ് ദി ജിയോമെട്രിക്കൽ ഐസോമേഴ്സ്. അതേപോലെ തന്നെ നമ്മളവിടെ ഈ കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. യൂണിറ്റ് 3 ഡിസ്കസ് ചെയ്യുന്നതാണ് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ്, നോമൻക്ലേച്ചർ, ക്ലാസിഫിക്കേഷൻ, സിന്തസിസ്, റിയാക്ഷൻസ് ആൻഡ് എവറിത്തിങ്. യൂണിറ്റ് 4 we will discuss about the synthesis, reactions and medicinal uses of various compounds like quinoline, pyridine, thiazole, oxazole, purine, azepins, acridine, indole. അങ്ങനെ basicity of pyridines, everything we are studying in this unit 4. യൂണിറ്റ് 5 നോക്കുന്നത് റിയാക്ഷൻസ് ഓഫ് സിന്തറ്റിക് ഇമ്പോർട്ടൻസ് ആണ്. ബെറിച്ച് റിഡക്ഷൻ, ഓപ്പണിമർ ഓക്സിഡേഷൻ, ബെക്ക്മാൻ റീഅറേഞ്ച്മെൻറ്റ് എല്ലാം നമ്മൾ ഈ യൂണിറ്റ് 5 പഠിക്കുന്നത്. ഓക്കെ അല്ലേ? സോ ദിസ് 5 യൂണിറ്റ്സ് ഓഫ് pharmaceutical organic chemistry 3 will discuss mainly about many structures, its uses and reactions. യൂണിറ്റ് 5 നമുക്ക് സിന്തറ്റിക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ് പഠിക്കുന്ന ഈ റിയാക്ഷൻസ് എല്ലാം കോമ്പറ്റേറ്റീവ് എക്സാംസിനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? ലാസ്റ്റ് പാർട്ടാണ് ഓർഗാനിക് കെമിസ്ട്രിയുടെ. സോ നമ്മൾ ആ ഒരു രീതിയിൽ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ ഇതൊക്കെ പഠിക്കുക. പ്രാക്ടിക്കൽ ഇല്ല, സോ നമുക്ക് തിയറി നല്ല രീതിയിൽ പഠിക്കേണ്ടതാണ്. മീസോ കോമ്പൗണ്ട്സും ഇതേപോലെ എലമെൻറ്റ്സ് ഓഫ് സിമെട്രിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. കൈറൽ മോളിക്യൂൾസും സീക്വൻസ് റൂൾ, എവറിത്തിങ് നമ്മൾ റെസിമിക് മിക്സ്ചർ, റെസിമിക് മോഡിഫിക്കേഷൻസ്, എവറിത്തിങ് വി ആർ സ്റ്റഡിങ് ഇൻ ദിസ് ഓർഗാനിക് കെമിസ്ട്രി. റെഫറൻസ് ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് നോക്കുന്നത് അരുൺ ബാൽ, BS ബാലിൻ്റെയൊക്കെ ബുക്സാണ്, നമ്മൾ കഴിഞ്ഞ സെമ്മിലൊക്കെ നോക്കിയതുപോലെ. അതുപോലെ തന്നെ ഓർഗാനിക് കെമിസ്ട്രി IL ഫിനാറിൻ്റെ വോളിയം 1 വോളിയം 2 നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? സോ ദ സെക്കൻഡ് സബ്ജക്റ്റ് ഈസ് ദ മെഡിസിനൽ കെമിസ്ട്രി. യെസ്, ബി ഫാമിൻ്റെ ചരിത്രത്തിൽ നമ്മളിതായി പുതിയൊരു അധ്യായത്തിലേക്ക് പോവുകയാണ്. കെമിസ്ട്രിയിൽ നമ്മൾ നോക്കുമ്പം ഓർഗാനിക് പഠിച്ചിട്ടുണ്ട്, ഇനോർഗാനിക് പഠിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ മെഡിസിനൽ കെമിസ്ട്രി ആദ്യമായിട്ടാണ്. സോ മെഡിസിനൽ കെമിസ്ട്രി പാർട്ട് 1 ഈസ് സ്റ്റഡിയിങ് ഇൻ ദ 4th സെമിസ്റ്റർ ബി ഫാം. This subject is designed to impart fundamental knowledge on the structure, chemistry, and therapeutic value of drugs. The subject emphasizes on structure, activity, relationships of drugs, importance of physicochemical properties, and metabolism of drugs. The subject also emphasizes on chemical synthesis of important drugs under each class. In this module, we will learn about the medicinal chemistry, introduction, history, development, physicochemical properties such as partition coefficient, hydrogen bonding, protein binding, chelation, optical and geometrical isomerism, drug metabolisms like phase 1, phase 2 reactions, as well as in unit 2 you will discuss about the drugs which is acting on the autonomic nervous system, sympathomimetic agents, SAR, structure, uses, synthesis. യൂണിറ്റ് 3 നമ്മൾ നോക്കുന്നത് കോളിനർജിക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. യൂണിറ്റ് 4 നമ്മൾ സെഡേറ്റീവ്സ് ആൻഡ് ഹിപ്നോട്ടിക്സ്, ഡ്രഗ്സ് വിച്ച് ഇസ് ആക്ടിങ് ഓൺ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം, ആൻറ്റിസൈക്കോട്ടിക്സ്, ആൻറ്റി കൺവൾസൻസ്, അതുപോലെ ജനറൽ അനസ്തറ്റിക്സ് ഒക്കെ നമ്മൾ അവിടെ പഠിക്കും. പിന്നെ യൂണിറ്റ് 5 തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റ്സ് നോക്കും. അപ്പം NSAIDs ഇല്ലേ ഇവിടെ, പാരസെറ്റാമോൾ, ആസ്പിരിൻ, അതുപോലെ പിറോക്സിക്കാം, മെഫെനമിക് ആസിഡ്, സോഡിയം സാലിസിലേറ്റ് എല്ലാം നമ്മൾ
യൂണിറ്റ് 5 ലാസ്റ്റ് ടോപ്പിക്കായിട്ടാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റ്സ് പഠിക്കുന്നത്. എൻ്റെ ഒരു ഫേവറേറ്റ് ചാപ്റ്റർ അതായിരുന്നു, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റ്സ് ആയിരുന്നു. അതുകൊണ്ട് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതിൻ്റെ എല്ലാം നമ്മൾ ഈ സിന്തസിസ് എല്ലാത്തിനും പഠിക്കുന്നില്ല, ചില കോമ്പൗണ്ട്സിന് മാത്രമേ ഉള്ളൂ. ബട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. റിയാക്ഷൻസും ഈ യൂസസും ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. മെഡിസിനൽ കെമിസ്ട്രിയിൽ സത്യം പറഞ്ഞാൽ ഓർഗാനിക് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് സ്ട്രക്ചറും കാണും യൂസും കാണും. അത് ഏത് കാറ്റഗറിയിലാണ് ഡ്രഗ് വരുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ആ ഡ്രഗിൻ്റെ സ്ട്രക്ചറും അതെന്തെങ്കിലും ഒരു കഥ വെച്ചിട്ടോ എന്തെങ്കിലും ഒരു ജനറൽ ഒരു സ്ട്രക്ചർ കാണും ആ ഒരു കാറ്റഗറിക്ക്. അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ SIR വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ പഠിക്കാവുന്നതാണ്. കുഴപ്പമില്ല. നല്ലൊരു ആക്ച്വലി സ്ട്രക്ചേഴ്സൊക്കെ വരച്ച് പഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എളുപ്പമുള്ള വിഷയമാണ് മെഡിസിനൽ കെമിസ്ട്രി. പാസ്സാവാനും എളുപ്പമാണ്. നെക്സ്റ്റ് ഈസ് ദ പ്രാക്ടിക്കൽസ് ഓഫ് ദി മെഡിസിനൽ കെമിസ്ട്രി. നമ്മളിവിടെ പ്രിപ്പറേഷൻസും അസയും ഡിറ്റർമിനേഷൻ ഓഫ് പാർട്ടീഷൻ കോഎഫിഷ്യൻറ്റും ആണ് ചെയ്യുന്നത്. പല ഡ്രഗ്സിൻ്റെയും പ്രിപ്പറേഷൻസ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂറോസിമൈഡ്, ആസ്പിരിൻ, ഐബുപ്രൊഫൻ്റെ ഒക്കെ അസയും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ റെക്കമെൻഡഡ് ബുക്സ് വിൽസൺ ആൻഡ് ഗിസ്ബോൾസ് ഓർഗാനിക് മെഡിസിനൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, 4 years പ്രിൻസിപ്പിൾസ് ഓഫ് മെഡിസിനൽ കെമിസ്ട്രി, ബർഗേഴ്സ് മെഡിസിനൽ കെമിസ്ട്രി വോളിയം 1 to 4, റെമിങ്ടൺസ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ്. അങ്ങനെ കുറേ റെക്കമെൻഡഡ് ബുക്സ് ഉണ്ട് നമുക്ക് ഈ മെഡിസിനൽ കെമിസ്ട്രിയിൽ പഠിക്കാനായിട്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് സെമിസ്റ്ററിൽ നമുക്ക് എന്തുണ്ട്? ഇതിൻ്റെ ബാക്കി ടോപ്പിക്സ് ഉണ്ട്. ദാറ്റ് ഈസ് മെഡിസിനൽ കെമിസ്ട്രി 2, മെഡിസിനൽ കെമിസ്ട്രി 3 ഒക്കെ ഉണ്ട്. സോ ഇപ്പോഴേ അത് എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്ത് പോവുക. മെഡിസിനൽ കെമിസ്ട്രി 1 കഴിഞ്ഞു. സോ നെക്സ്റ്റ് ഈസ് അബൌട്ട് ദി ഫിസിക്കൽ ഫാർമസ്യൂട്ടിക്സ്. ദാറ്റ് ഈസ് അബൌട്ട് 3rd സബ്ജക്റ്റ്. ഓക്കെ, ഇതിന് എന്തുണ്ട്? തിയറി ഉണ്ട്, പ്രാക്ടിക്കലും ഉണ്ട്. തിയറി നമ്മൾ നോക്കുമ്പം the course will deals with the various physical and the chemical properties, the principles involved in dosage forms, formulations. Theory and practical components of the subject helps the students to get a better insight into various areas of formulation, research and development and stability studies of pharmaceuticals. Unit 1 discuss about this drug stability. Zero order, first order, second order reactions ഒക്കെ ഉണ്ട്. Accelerated stability study പഠിക്കുന്നുണ്ട്. Unit 2 റിയോളജി ഉണ്ട്. ദ സ്റ്റഡി ഓഫ് ഫ്ലോ ഓഫ് ഫ്ലൂയിഡ്സ്, വിസ്കോസിറ്റി ഡിറ്റർമൈൻ ചെയ്യാനും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം പഠിക്കുന്നുണ്ട് ഫിസിക്കൽ ഫാർമസ്യൂട്ടിക്സിലാണ്. ഡിഫോർമേഷൻ ഓഫ് സോളിഡ്സ്. യൂണിറ്റ് 3 കോഴ്സ് ഡിസ്പേർഷൻ, നമ്മുടെ സസ്പെൻഷനും ഇമൽഷനും അതിൻ്റെ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ തറവായിട്ട് പഠിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്കതൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്രാക്കിങ്, ക്രീമിങ്, ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ, ഡീഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷനൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മളിവിടെ നല്ലോണം പഠിക്കുന്നുണ്ട്. അതൊക്കെ മറക്കാതെ ഇതിൻ്റെ നോട്ടൊക്കെ അതുപോലെ സൂക്ഷിച്ച് വെക്കണം കേട്ടല്ലോ. യൂണിറ്റ് 4 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സർഫസ് ആൻഡ് ഇൻ്റർഫേഷ്യൽ ഫിനോമിനയാണ്. അതിലുള്ളതാണ് HLB സ്കെയിൽ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇവിടെ സർഫസ് ആൻഡ് ഇൻ്റർഫേഷ്യൽ ടെൻഷൻസിനെ പറ്റി പഠിക്കുന്നുണ്ട്. അതുപോലെ സ്പ്രെഡിങ് കോഎഫിഷ്യൻറ്റ്, സർഫസ് ആക്റ്റീവ് ഏജൻറ്റ്സ്, ഡിറ്റർജൻസ്, അതിനെപ്പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട്. യൂണിറ്റ് 5 കൊളോയിഡൽ ഡിസ്പെർഷൻസ് ആയിരിക്കും പഠിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ കൊളോയിഡൽ ക്ലാസിഫിക്കേഷൻ, എഫക്ട്സ് ഓഫ് ഇലക്ട്രോലൈറ്റ്സ്, ഒപ്റ്റിക്കൽ, കൈനറ്റിക് ആൻഡ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്. ഇത്തരത്തിൽ നമ്മളൊരു ഡ്രഗിൻ്റെ സ്റ്റെബിലിറ്റിയെ പറ്റി, സസ്പെൻഷൻ്റെ സ്റ്റെബിലിറ്റി, ഇമൽഷൻസ്, അങ്ങനെ ഒരു അത്തരത്തിലൊരു നമുക്ക് മനസ്സിലാവും. നമ്മൾ ലാബിൽ കയറുമ്പം യു വിൽ മോർ നോൺ അബൌട്ട് ദിസ് ടോപ്പിക്. ഓക്കെ, ഫിസിക്കൽ ഫാർമസ്യൂട്ടിക്സ് സ്റ്റുഡൻറ്റ് ലാബ് ഉള്ളത് കൊണ്ട് നമുക്കത് തിയറിയും ലാബും നമുക്ക് നല്ല മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. ഇപ്പോൾ പ്രാക്ടിക്കൽ ആണെങ്കിൽ തന്നെ നമുക്ക് ഡിറ്റർമിനേഷൻ ഓഫ് HLB നമ്പർ, അതുപോലെ നമ്മൾ വിസ്കോസിറ്റി കണ്ടുപിടിക്കുന്നുണ്ട് ഓസ്റ്റ്വാർഡ് വിസ്കോമീറ്റർ യൂസ് ചെയ്തിട്ട്. പിന്നെ റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റൻറ്റ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് ദ സർഫസ് ടെൻഷൻസ് ആർ ഓൾ ടോപ്പിക്സ് ഇൻ പ്രാക്ടിക്കൽസ് ഓഫ് ദി ഫിസിക്കൽ ഫാർമസ്യൂട്ടിക്സ് 2. കണ്ടല്ലോ. റെഫറൻസ് ടെക്സ്റ്റ് ബുക്സ് നമ്മൾ കഴിഞ്ഞ സെമ്മിൽ നമ്മൾ നോക്കുക അതേ ബുക്സ് തന്നെ ഇതിൽ നോക്കാവുന്നതാണ്. കണ്ടല്ലോ, കോപ്പർ ആൻഡ് കൈൻസിൻ്റെ ബുക്കും ഉണ്ട്. അതുപോലെ നമുക്ക് ഇപ്പം എക്സ്പെരിമെൻ്റൽ ഫാർമസ്യൂട്ടിക്സ് ബൈ യൂജീൻ പാരഡ്, അങ്ങനെ കുറേ ടെക്സ്റ്റ് ബുക്സ് ഫാർമസി ഇതുണ്ട്, ഫിസിക്കൽ ഫാർമസ്യൂട്ടിക്സിന് പഠിക്കാനുണ്ട്. ഓക്കെ അല്ലേ? അവിടെ പടം കൊടുത്തിട്ടുള്ളത് ഓസ്റ്റ്വാർഡ് വിസ്കോമീറ്ററിൻ്റെ ആണ്. കണ്ടല്ലോ, സർഫസ് ടെൻഷൻ്റെ ഒക്കെ ഒരു ഏകദേശം ഐഡിയ കിട്ടിയല്ലോ. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദി ഫിസിക്കൽ ഫാർമസ്യൂട്ടിക്സ്. നെക്സ്റ്റ് ദ 4th സബ്ജക്റ്റ് ഈസ് ദ ഫാർമക്കോളജി. സോ അങ്ങനെ 5 വിഷയത്തിൽ 4ാമത്തെ വിഷയം വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് 4th സബ്ജക്റ്റ് ഈസ് ഫാർമക്കോളജി. ബിഫാമിൻ്റെ ചരിത്രത്തെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോവുകയാണ് ഫാർമക്കോളജി. ദാറ്റ് ഈസ് നമ്മൾ HAP ഒക്കെ ഇരുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ബേസിക് നോളജ് വെച്ചിട്ട് വേണം നമുക്ക് ഫാർമക്കോളജി നമുക്ക് പഠിക്കാനായിട്ട്. ഫാർമക്കോളജി 1, 2, 3 ഒക്കെ ഉണ്ട്. സോ ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനാണെങ്കിൽ തന്നെ ഒരു മെയിൻ സബ്ജക്റ്റാണ് ഫാർമക്കോളജി എന്ന് പറയുന്നത്. ഇപ്പോൾ GPAT or PSC or എനി ഗൾഫ് എക്സാംസ് ആയിക്കോട്ടെ, ഫാർമക്കോളജിയിലെ കാൽക്കുലേഷൻസും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സും
എവറിത്തിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് ഒരു ഐഡിയ കിട്ടാനാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫാർമക്കോളജിയിൽ പഠിക്കുന്നത്. സോ ആൻറ്റി കോയാഗുലൻസ്, അതിൽ മ്യൂക്കോളൈറ്റിക്സ്, ആൻറ്റി എമറ്റിക്സ്, ആൻറ്റിബയോട്ടിക്സ്, അങ്ങനെ കുറേ ആൻറ്റിമാരൊക്കെ അടങ്ങിയിട്ടുള്ള സബ്ജക്റ്റാണ് ഫാർമക്കോളജി. പിന്നെ ഇത് പാർട്ട് 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ആൻറ്റിമാരോട് അല്ല പോകുന്നത്. നമ്മുടെ ജനറൽ ഫാർമക്കോളജിയാണ് നമ്മൾ യൂണിറ്റ് 1ലും യൂണിറ്റ് 2ലും പഠിക്കുന്നത്. സിലബസിൽ കാണുമ്പോൾ വളരെ ചെറിയ ടോപ്പിക്സ് ആയിരിക്കും, പക്ഷേ നമുക്ക് നോട്ട് കിട്ടിക്കഴിയുമ്പോൾ മക്കളെ അത് കുറേ ഉണ്ട്, തീരാത്ത കടൽ പോലെ കിടക്കുന്നതാണ് ഈ ജനറൽ ഫാർമക്കോളജി എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഇഷ്ടമല്ല പഠിക്കാനായിട്ട്. അതായത് വായിക്കുമ്പോൾ മനസ്സിലാവും, പക്ഷെ പിന്നെ അങ്ങ് മറന്നു പോകും. അപ്പം അഗോണിസ്റ്റ്, ആൻറ്റഗോണിസ്റ്റ്, റിസപ്റ്ററും കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ അഡ്വാൻസ്ഡ്. പക്ഷേ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് താനും. നമുക്കിപ്പം പറഞ്ഞില്ലേ, കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ നമുക്ക് ഈ ഗ്രാഫിക്കൽ കാര്യങ്ങൾ, അതുപോലെ ഈ അഡ്വാൻസ്ഡ് ഡ്രഗ് റിയാക്ഷൻസ്, ഡ്രഗ് ഇൻട്രാക്ഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ്. പ്രിൻസിപ്പൾസ് ഓഫ് ടോക്സിക്കോളജി, ക്രോണോ ഫാർമക്കോളജി, ഡ്രഗ് ഡിസ്കവറി എല്ലാം നമ്മൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ആയിട്ട് യൂണിറ്റ് 2ലും ഇങ്ങനെ വാസ്റ്റ് ആയിട്ട് ഇവിടുന്ന് കിടപ്പുണ്ട്. അപ്പോൾ യൂണിറ്റ് 1 യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ ഫാർമക്കോളജിയാണ്. ഓക്കെ അല്ലേ? പിന്നെ യൂണിറ്റ് 3 വരുമ്പോഴാണ് നമ്മൾ ഫാർമക്കോളജി ഓഫ് ദി പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഡ്രഗ്സിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ലോക്കൽ അനസ്തറ്റിക്സ്, മയസ്തീന ഗ്രാവിസിന് കൊടുക്കുന്ന ഡ്രഗ്സ്, അതുപോലെ നമ്മൾ ഈ ന്യൂറോ ഹ്യൂമോറൽ ട്രാൻസ്മിഷൻ, തുടക്കത്തിൽ ആ ഒരു ഫങ്ഷനും കാര്യങ്ങളൊക്കെ പഠിക്കും. എന്നിട്ട് നമ്മൾ മെയിൻ എങ്ങനെയാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ, യൂസസും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. യൂണിറ്റ് 4 നമ്മൾ നോക്കുന്നത് ഫാർമക്കോളജി ഓഫ് ദി സെൻട്രൽ നെർവസ് സിസ്റ്റമാണ്. അപ്പം നമ്മൾ നേരെ ബ്രെയിനിൻ്റെ ഭാഗത്തോട്ടുള്ള ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ്, ഇപ്പം അനസ്തെറ്റിക്സ്, സെഡേറ്റീവ്സ്, ആൻറ്റി എപ്പിലെപ്റ്റിക്സ്, ഇതൊക്കെ നമ്മൾ കെമിസ്ട്രിയിൽ ഇതിൻ്റെ സ്ട്രക്ചർ പഠിക്കുന്നുണ്ട്. അതേസമയം ഫാർമക്കോളജിയിൽ നമ്മളതിൻ്റെ അഡ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം, എക്സ്ക്രീഷൻ ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, യൂണിറ്റ് 5 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? അബൌട്ട് ദസ് ഡ്രഗ്സ് യൂസ്ഡ് ഇൻ പാർക്കിൻസൺസ് ഡിസീസ്, അതുപോലെ അൽഷിമേഴ്സ് ഡിസീസ്, CNS സ്റ്റിമുലൻസ്, ന്യൂട്രോപ്പിക്സ്. മറ്റേ യൂണിറ്റ് 4ൻ്റെ തന്നെ ഒരു കണ്ടിന്യൂഷനാണ് ഡ്രഗ് അഡിക്ഷൻ, ഡ്രഗ് അബ്യൂസ്, ടോളറൻസ്, ഡിപ്പെൻഡൻസ് ഒക്കെയാണ്. ഒരു ഐഡിയ കിട്ടും നമുക്ക് സിലബസ് കാണുമ്പോൾ തന്നെ ഏകദേശം ഏതൊക്കെ ടോപ്പിക്സ് ആണെന്നുള്ളത്. മാത്രമല്ല ഇത് നമുക്ക് മറക്കാനും പാടില്ല. ആസ് എ ഫാർമസിസ്റ്റ് യു ഷുഡ് നോ ഓൾ ദീസ് ഡ്രഗ്സ്, ഏത് കാറ്റഗറി വരുന്നതാണ്, ഏതൊക്കെ ഡ്രഗ്സ് ആണ് എന്നുള്ളത്. എന്തായാലും ജീവിതകാലം എന്തായാലും ഫാർമസി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതായിട്ട് ജീവിതം പോവുകയാണെങ്കിൽ യു ഷുഡ് നോ ഓൾ ദീസ് ഡ്രഗ്സ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ പ്രാക്ടിക്കൽ. ഫാർമക്കോളജിയുടെ പ്രാക്ടിക്കൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. ആ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഉണ്ടോ? ഡിറ്റർമിനേഷൻ ഓഫ് ദി അസറ്റൈൻ, ദ DRC നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഐസൊലേറ്റഡ് ചിക്കനീലിയം യൂസ് ചെയ്തിട്ട് നമ്മൾ DRC ഓഫ് ദ അസറ്റൈൽ കോളിൻ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ലാബിൽ. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഗ്രാഫ് പോലെ കൊടുത്തിട്ടില്ലേ, ആ സാധനമാണ് കിട്ടേണ്ടത്. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു വർക്കുണ്ട്. അയ്യോ, ഇതുപോലൊരു പ്രാക്ടിക്കൽ ജീവിതത്തിൽ ഇതുവരെ ചെയ്ത് കാണത്തില്ല. ദാറ്റ് ഈസ് ദ ഫാർമക്കോളജി 1ൻ്റെ. നമുക്ക് അത് ലാബിൽ കയറുമ്പോൾ മനസ്സിലായി, ഇപ്പോൾ പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല. ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ആ പടം കൊടുത്തിട്ടില്ല, ആ ഡ്രമ്മിൽ നമ്മളിങ്ങനെ പേപ്പറൊക്കെ പേസ്റ്റ് ചെയ്ത് നമ്മൾ ഈ ചിക്കൻ്റെ ഇലിയെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് അതിലിട്ട് നല്ല രസമാണ് ചെയ്യാനായിട്ട്. പറഞ്ഞാൽ നമുക്ക് ചിലർക്ക് സെഷനലിന് അത് കിട്ടും കറക്റ്റായിട്ട്, പക്ഷേ യൂണിവേഴ്സിറ്റിക്ക് കിട്ടാറില്ല. ചിലവർക്ക് നേരെ തിരിച്ചായിരിക്കും. സോ അങ്ങനെ കുറേ മെമ്മറീസൊക്കെ ഉള്ള ഒരു ലാബായിരിക്കും ഫാർമക്കോളജിയുടെ. ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്. സോ ബാക്കിയെല്ലാം നമ്മുടെ ഈ റെക്കോർഡിലൊക്കെ ചുമ്മാ എഴുതാനുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൂ. പ്രാക്ടിക്കൽസ് മെയിനായിട്ട് ഈ ഒരു കൈമോഗ്രാഫ് റെക്കോർഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് ഈ ഫാർമക്കോളജിയുടെ ലാബിൽ. പിന്നെ മെഡിക്കൽ ഫാർമക്കോളജി ഇത് പത്മജ ഉദയകുമാറിൻ്റെ ആണ് ഞങ്ങളുടെ എപ്പോഴും ഫസ്റ്റ് ഫാർമക്കോളജി. ഇപ്പം നമ്മളിപ്പോൾ പഠിക്കുന്നുണ്ടല്ലോ, ഈ അടുത്ത സെമ്മിനെല്ലാം നമുക്ക് ഈ ജീവിതം ഫുള്ള് ഈ ഒരു ടെക്സ്റ്റ് കൊണ്ട് നടക്കേണ്ടി വരും. ഫോർ കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സെമിസ്റ്റർ നമുക്ക് പാസ്സാവാനാണ് തന്നെ ഇതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. സോ പുതിയ എഡിഷൻസ് വരുവാണെങ്കിൽ അത് നോക്കിയാൽ മതി. ഇപ്പോൾ KD ത്രിപാഠിയുടെ ബുക്സൊക്കെ ഉണ്ട്. അപ്പോൾ റെക്കമെൻഡഡ് ബുക്സിൻ്റെ കുറേ ടെക്സ്റ്റ് ബുക്സ് ഉണ്ട് ഫാർമക്കോളജിയുടെ. അപ്പോൾ അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് വാങ്ങാവുന്നതാണ്. അത് നോക്കി റെഫർ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഫാർമക്കോളജി ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ്. ഓക്കെ, എസ്പെഷ്യലി 4th സെമിസ്റ്ററിൻ്റെ ലാബും കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് ഈസ് ഫാർമകോഗ്നോസി ആൻഡ് ഫൈറ്റോകെമിസ്ട്രി 1. സോ the 5th subject is our pharmacognosy and phytochemistry 1. In this we will learn about the drugs of the herbs. അതായത് നമ്മുടെ ചില ചെടികൾക്ക് അതിൻ്റേതായ ചില പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഉണ്ട്. അത് ഏത് ചെടിയാണ്, അതിനെന്ത് പ്രോപ്പർട്ടീസാണ് ഉള്ളത്, അതിൻ്റെ എവറിത്തിങ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ പഠിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മൾ ഹെർബ് എന്ന് പറയുന്നത് ഹെർബൽ ഡ്രഗ് ടെക്നോളജി,
അങ്ങനെയൊക്കെ. ഇതിൻ്റെ ഒരു ബാക്കി സഹോദരങ്ങളാണ് ഈ ഫാർമകോഗ്നോസി ആൻഡ് ഫൈറ്റോകെമിസ്ട്രിയുടെയൊക്കെ. നമ്മൾ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഫാർമക്കോളജി പോലെ തന്നെ അതേ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് ഫാർമകോഗ്നോസിക്കും. നമ്മൾ ഫസ്റ്റ് പാർട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഹിസ്റ്ററി, സ്കോപ്പ്, സോഴ്സസ് ഓഫ് ഡ്രഗ്സ്, ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇവിടെ കൾട്ടിവേഷൻ, കളക്ഷൻ, പ്രോസസ്സിങ്ങും പഠിക്കുന്നുണ്ട്. 8th സെമ്മിലും ഇതേ ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇവിടുത്തെ നോട്ടും കാര്യങ്ങളൊന്നും കളയാതിരിക്കുക. പ്ലാന്റ് ടിഷ്യൂ കൾച്ചറും സ്റ്റഡി ഓഫ് ബയോളജിക്കൽ സോഴ്സ്, കെമിക്കൽ കോൺസ്റ്റുവൻറ്റ് ആൻഡ് യൂസസ് ഓഫ് വേരിയസ് ഡ്രഗ്സ് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. നമുക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായിക്കോളും എന്താണ്, അതായത് ചെടി ആ ഒരു സംഭവങ്ങളായിരിക്കും കോഗ്നോസിയിൽ മെയിനായിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോട്ടൺ എടുക്കുകയാണെങ്കിൽ കോട്ടൻ്റെ ബയോളജിക്കൽ സോഴ്സ്, അപ്പോൾ ഗോസീപ്പിയം ഹെർബേഷ്യത്തിൽ നിന്നെടുക്കുന്ന ഇന്ന കുടുംബത്തിലെ ആളാണ് കോട്ടൺ എന്ന് പറയുന്നത്. അതിലടങ്ങിയിരിക്കുന്ന കെമിക്കൽ കോൺസ്റ്റുവൻറ്റ് ഇതൊക്കെയാണ്, ഇതിൻ്റെ കോട്ടൺ യൂസ് ചെയ്യുന്നത് ഇതിനൊക്കെയാണ്. മനസ്സിലായോ? അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ചെടികളെ സംബന്ധിച്ചിട്ടുള്ളതാണ് പറയുന്നത്. സോ നമ്മൾ ഇപ്പം അലോവേറ, നമ്മുടെ വീട്ടിലുള്ള ഇപ്പം ആര്യവേപ്പ്, അലോവേറ അല്ലെങ്കിൽ തുളസി, അതുപോലെ കുറേ ഹെർബ്സ് ഉണ്ട്, മെഡിസിനൽ വാല്യൂസ് ഉള്ളതുണ്ട്. അതിനെല്ലാത്തിൻ്റെ കെമിക്കൽ കോൺസ്റ്റുവൻസും ഒരു സെക്കൻഡ് നമ്മൾ പഠിക്കുന്നത് എവിടെയാണ്? ഈ വിഷയത്തിലാണ്. ദാറ്റ് ഈസ് ഫാർമകോഗ്നോസി ആൻഡ് ഫൈറ്റോകെമിസ്ട്രി. ഓക്കെ അല്ലേ? സോ ദിസ് ഈസ് അവർ 5th സബ്ജക്റ്റ്. ഇതിനും എന്തുണ്ട്? പ്രാക്ടിക്കലുണ്ട്. ദിസ് സബ്ജക്റ്റ് ഇൻവോൾവ്സ് ദ ഫണ്ടമെൻറ്റൽസ് ഓഫ് ഫാർമകോഗ്നോസി ലൈക്ക് സ്കോപ്പ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രൂ ഡ്രഗ്സ്, their identification and evaluation, phytochemicals present in them and their medicinal properties, to understand production of plants and phytochemicals through plant tissue culture. സോ ഇതിൻ്റെ ലാബിലോട്ട് കയറുമ്പോഴും അതും ഫാർമക്കോളജി പോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ബിക്കോസ് വി ആർ ഡൂയിങ് ദ അനാലിസിസ് ഓഫ് ദ ക്രൂഡ് ഡ്രഗ്സ്. ഇപ്പം ട്രക്കഗാൻ, അക്കേഷ്യ, അഗർ, ജെലാറ്റിൻ, സ്റ്റാർച്ച്, ഹണി, കാസ്ട്രോയിൽ പോലുള്ളവരുടെ അനാലിസിസ് ഒക്കെ നമ്മൾ ചെയ്യും. ഇപ്പോൾ പാടമൊക്കെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. നമ്മളിപ്പം നോളജ് ടെസ്റ്റ്, ബാർഫോർഡ് ടെസ്റ്റ്, ബെനഡിക്സ് ടെസ്റ്റ്, അങ്ങനെ ഇഷ്ടംപോലെ. ഇപ്പം ഡ്രാഗൺ ഡോഫ് ടെസ്റ്റ്, മേയേഴ്സ് ടെസ്റ്റ്, അങ്ങനെ ആൽക്കലോയിഡിൻ്റെ കുറേ ടെസ്റ്റുകളുണ്ട്, ഗ്ലൈക്കോസൈഡ്സിൻ്റെ കുറേ ടെസ്റ്റുകളുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ടെസ്റ്റുകളൊക്കെ ഇവിടെ പഠിക്കുന്നതായിരിക്കും. ഡിറ്റർമിനേഷൻ ഓഫ് ദി വെയിൻ ഐസൊലേറ്റ് നമ്പർ, ആഷ് വാല്യൂ, എക്സ്ട്രാക്ഷൻ വാല്യൂ, മോയ്സ്ചർ കണ്ടൻറ്റ് ഒക്കെ നമ്മളിതിൽ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇതൊക്കെ പ്രാക്ടിക്കൽസിൽ ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് വെരി യൂസ്ഫുൾ. ബിക്കോസ് നമുക്കിത് തിയറിയിലും പഠിക്കാനുണ്ട്. മനസ്സിലായോ? അടുത്ത സെമ്മിന് നമുക്ക് ഫാർമകോഗ്നോസി ഉണ്ട്. അതായത് ഇത് കോളേജ് പോലെ തന്നെ കോഗ്നോസി 1, കോഗ്നോസി ഒക്കെ ഇനിയും അത് പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഠിക്കുന്നതൊക്കെ മനസ്സിൽ പതിഞ്ഞ് നല്ല അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, അല്ലാതെ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടോ എക്സാമിന് വേണ്ടി പഠിക്കരുത്. ബിക്കോസ് ലൈഫ് ലോങ് നമുക്കിത് എക്സാംസിനൊക്കെ വേണ്ടതാണ്. ആഷ് വാല്യൂ, എക്സ്ട്രാക്റ്റീവ് വാല്യൂ നമുക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കി ഇങ്ങനെയാണ്. വി ഷുഡ് നോ ഇമ്പോർട്ടൻറ്റ്. സ്റ്റൊമാറ്റൽ നമ്പർ, സ്റ്റൊമാറ്റൽ ഇൻഡെക്സ്, സൈസ് ഓഫ് സ്റ്റാർച്ച് ഗ്രെയിൻസ് ഒക്കെ നമ്മളിവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട് ലാബിൽ. പിന്നെ ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്ക്, വിരൻഷാല ടെക്സ്റ്റ് ബുക്സ് ആണ് കോമൺലി നമ്മൾ റെഫർ ചെയ്യും. പക്ഷേ അത് മാത്രമായിട്ട് നമ്മൾ നോക്കിയിരിക്കത്തില്ല, നമ്മൾ അതർ കോഗ്നോസി ടെക്സ്റ്റ് ബുക്സ് നോക്കും. എല്ലാ ടെക്സ്റ്റ് ബുക്സ് നോക്കുമ്പോഴേ നമുക്ക് കുറേ ഡീറ്റെയിൽസ് ഒരു ഡ്രഗിനെ പറ്റി കിട്ടത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? സോ കോഗ്നോസിയുടെ ആ ഒരു ലൈബ്രറി ഉണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആ ഒരു ഷെൽഫിൽ പോകുമ്പോൾ യു ഷുഡ് നോട്ട് കളക്ട് ഓൺലി വിരൻഷ മാത്രം നോക്കരുത്. അതിൽ പല അതർ ടെക്സ്റ്റ് ബുക്സ് നോക്കിയിട്ട് വേണം ഇപ്പോൾ ഒരു ഡ്രഗിനെ റെഫർ ചെയ്ത് പഠിക്കാനായിട്ട്. ഓക്കെ അല്ലേ? സോ ഇത്രയും 5 വിഷയങ്ങളാണ് നമുക്ക് 4ാമത്തെ സെമിസ്റ്ററിൽ പഠിക്കാനുള്ളത്. ചിലപ്പോൾ നമുക്ക് തോന്നും 4ാമത്തെ സെമ്മല്ലേ 4 വിഷയം കാണത്തുള്ളൂ. പക്ഷേ അങ്ങനല്ല. 4ാമത്തെ സെമ്മിൽ 5 വിഷയമുണ്ട്. അതിൽ 4 വിഷയങ്ങൾക്കേ ഉള്ളൂ എന്തുള്ളൂ? പ്രാക്ടിക്കലുള്ളൂ. ദിസ് ഈസ് ദ ഓൾ അബൌട്ട് ദ എന്തൊക്കെയാണ് പഠിച്ചത്? ഫിസിക്കൽ ഫാർമസ്യൂട്ടിക്സ്, മെഡിസിനൽ കെമിസ്ട്രി, ഫാർമക്കോളജി, ഫാർമകോഗ്നോസി, ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ പറയത്തില്ല, കാരണം 4th സെമ്മിൽ തീരുകയാണ് ഇതൊക്കെ. ഓക്കെ, 5th നമ്മൾ കയറുമ്പം ഓർഗാനിക് ഇല്ല, ഫിസിക്കൽ ഇല്ല, ഇനി ഫുള്ള് കോഗ്നോസിയുടെ ഒരു കാലമാണ്. പിന്നെ മെഡിസിനൽ കെമിസ്ട്രിയുടെയും. ഓക്കെ, നമ്മൾ അതുമായിട്ട് അലിഞ്ഞങ്ങ് ചേരും. ബിക്കോസ് 5th 6th ഒക്കെ ആ ഒരു ടോപ്പിക്സാണ്. കുറച്ച് ടഫാണ് അടുത്ത സെമ്മുകളൊക്കെ ഈ ഒരു വിഷയങ്ങൾ കാരണം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ 4th semester BPharm and Pharmaloga. You are the hero of your own life story. Never give up. ഓരോ സെമ്മും വരുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും. പക്ഷെ അങ്ങനെ ആരുത്. നമ്മൾ ക്ലിയർ ചെയ്ത് അപ്പം ഉള്ള തന്നെ പോവുക. സപ്ലി ഉണ്ടാക്കരുത്. സപ്ലി അതായത് നമ്മൾ കാരണം ഇറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ. ഓക്കെ, പഠിക്കുക, നല്ലോണം പഠിക്കുക. ആ ഫസ്റ്റ് റെഗുലർ എക്സാമിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. 4th സെമിസ്റ്റർ പൊതുവേ ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ സപ്പം. കാരണം ഓർഗാനിക് നമുക്ക് പറ്റും. മെഡിസിനൽ കെമിസ്ട്രി, കോളേജ്, കോഗ്നോസി ടീച്ചേഴ്സ് വിൽ ബി വിത്ത് യു ഫോർ ബിക്കോസ് ഇതൊരു ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കോളേജ് കോഗ്നോസി ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ റെഫറൻസ് ടെക്സ്റ്റ് ഒക്കെ നോക്കും നമ്മൾ ബുക്കൊക്കെ റെഫർ ചെയ്യുമ്പോൾ PDF ആണെങ്കിൽ തന്നെ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം പഠിക്കാനായിട്ട്.
Okay, so that's all about today's video. Thank you, have a nice day, and see you in the next video.